പ്രിയമുള്ളവരെ, ചടയമംഗലം പഞ്ചായത്തിലെ പൂങ്കോട് വാർഡിൽ ഈ വരുന്ന ഉപതെരഞ്ഞെടുപ്പിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ഉഷാ ബോസാണ് ഞാൻ. കൈ ചിഹ്നത്തിലാണ് ഞാൻ മത്സരിക്കുന്നത്. നിങ്ങളുടെ ഓരോ വോട്ടുകളും കൈ ചിഹ്നത്തിൽ രേഖപ്പെടുത്തി UDF സ്ഥാനാർത്ഥിയായ എന്നെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണം എന്നാണ് എനിക്ക് നിങ്ങളോട് അപേക്ഷിക്കുവാനുള്ളത്. 2020 പൊതു തെരഞ്ഞെടുപ്പിൽ ഞാൻ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നു. അന്ന് 18 വോട്ടുകൾക്ക് ഞാൻ പരാജയപ്പെടുകയാണുണ്ടായത്. വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നമ്മുടെ തലയിലേക്ക് കെട്ടിവെച്ചുകൊണ്ട് പഴയ മെമ്പർ രാജിവെച്ച് പിന്മാറുകയാണ്. അവർക്ക് എംപ്ലോയ്മെന്റ് വഴി ജോലി കിട്ടിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു നീക്കം എന്നാണ് പറയുന്നത്. ഈ ഉപതെരഞ്ഞെടുപ്പിൽ പൂങ്കോട് വാർഡിലെ ജനങ്ങളെ നേരിടുമ്പോൾ മുൻ തവണത്തെ അനുഭവ സമ്പത്തോടുകൂടി പൂങ്കോട് വാർഡിലെ ഓരോ വ്യക്തിയെയും വ്യക്തിപരമായി തിരിച്ചറിയാമെന്ന എൻ്റെ വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ലാതെ തന്നെ എനിക്ക് പൂങ്കോട് വാർഡിലെ ഓരോ വ്യക്തിയെയും തിരിച്ചറിയാൻ കഴിയും. ഞാനിവിടെ ഈ ചടയമംഗലത്ത് ഞാൻ എത്തിയിട്ട്, ചടയമംഗലത്തിൻ്റെ മരുമകളായി ഞാനിവിടെ എത്തിയിട്ട് 32 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഈ 32 വർഷക്കാലത്തെ എൻ്റെ ജീവിതം എന്താണെന്ന് ഈ പ്രദേശത്തുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. എൻ്റെ ജയങ്ങളുടെയും പരാജയങ്ങളുടെയും എൻ്റെ ജീവിതത്തിലെ മുന്നേറ്റങ്ങളുടെയും ഒക്കെ കണക്കുകൾ ഇവിടെ ഓരോരുത്തർക്കും അറിയാവുന്നതാണ്. അങ്ങനെ ഓരോരുത്തരുടെയും മുന്നിൽ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ അഭിമാനത്തോടു കൂടി തന്നെയാണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം ഒരാളെ കൊണ്ടുപോലും മോശമെന്ന് പറയിക്കാനുള്ള ഒരു സാഹചര്യവും ഞാൻ ഈ ചടയമംഗലത്തുണ്ടാക്കിയിട്ടില്ല. ചടയമംഗലത്തിനോ എൻ്റെ കുടുംബത്തിനോ എൻ്റെ ഭർത്താവിൻ്റെ വീടിനോ ഒരു പേരുദോഷവും ഉണ്ടാക്കാതെ തന്നെയാണ് ഈ നിമിഷം വരെ ഞാൻ ജീവിച്ചിരുന്നത്. പക്ഷേ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യാസമായി, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യാസമായി LDF ഇത്തവണ വ്യാപകമായ ആരോപണങ്ങളാണ് എനിക്ക് നേരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. വ്യക്തിഹത്യ നടത്തി എന്നെ മാനസികമായി തകർത്തിക്കൊണ്ട് വോട്ട് നേടിയെടുക്കാം, വിജയിക്കാം എന്നൊരു വിശ്വാസമാണ് അവർക്കുള്ളതെന്ന് തോന്നുന്നു. എന്നെ വേദനിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും, എന്നെ സങ്കടപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. ഏറെ സങ്കടത്തോടു കൂടി തന്നെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. കാരണം അത്രയേറെ ആക്ഷേപങ്ങളാണ് ഈ പ്രായത്തിൽ എനിക്ക് കേൾക്കേണ്ടി വരുന്നത്. സംഘം ചേർന്ന് ഓരോ വീട്ടുകളിലും കയറിയിറങ്ങി എനിക്കെതിരെ വ്യാപകമായ ആരോപണങ്ങളാണ് അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാം, എന്നിലുള്ള ഓരോ മാറ്റങ്ങളും തിരിച്ചറിഞ്ഞവരാണ്. ഈ പ്രദേശത്തിൽ നല്ലൊരു വിഭാഗം വിദ്യാർത്ഥികളെ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ്. അവർക്കും അവരുടെ രക്ഷകർത്താക്കൾക്കും എന്നെ തിരിച്ചറിയാൻ കഴിയും, എൻ്റെ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. അവർ പറയുന്നത് പോലെയൊക്കെ തന്നെ മോശപ്പെട്ടവളാണോ ഞാനെന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും അറിയാം. കാരണം LDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന് വേണ്ടി അവരെന്നെ കാണാൻ വന്നിരുന്നു. അവരുടെ ആവശ്യം നിരാകരിച്ചപ്പോഴാണ് ഞാൻ കൊള്ളരുതാത്തവളായത്. LDFന്റെ സ്ഥാനാർത്ഥിയായി ഞാൻ മത്സരിച്ചുവെങ്കിൽ കേരളത്തിലെ ഏറ്റവും നല്ല വനിത എന്നൊരു അവാർഡ് കൂടി അവർ എനിക്ക് നൽകുമായിരുന്നു. പക്ഷേ ആ ആവശ്യം നിരാകരിച്ചുകൊണ്ട് ഞാനൊരു UDFകാരിയാണ്, ഞാനൊരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സുകാരിയാണ് എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചപ്പോഴാണ് അവർക്ക് ഞാൻ കൊള്ളരുതാത്തവളായത്. എനിക്കെതിരെ ആരോപണങ്ങൾ നിരത്താൻ തുടങ്ങിയത്, വ്യക്തിഹത്യ ചെയ്യാൻ തുടങ്ങിയത്. എൻ്റെ കണ്ണിൽ നിന്ന് നടന്നു വീണ ഓരോ തുള്ളി കണ്ണുനീരും ഈ നാട്ടിലെ ജനങ്ങൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് അതിന് പകരം ചോദിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവര് പലപ്പോഴും തൊഴിലുറപ്പ് സ്ഥലങ്ങളിലും ഒക്കെ എത്തി അവർ നൽകുന്ന ആനുകൂല്യങ്ങളെ കുറിച്ച് വാദോരാതെ സംസാരിക്കാറുണ്ട്. നിങ്ങൾ അവരോടൊപ്പം പോയാൽ ഇനി ഒരു ആനുകൂല്യവും പഞ്ചായത്തിൽ നിന്ന് നൽകില്ല എന്ന് അവരോട് ഭീഷണിപ്പെടുത്താറുണ്ട്. എന്താണ് ആനുകൂല്യം? ഈ പഞ്ചായത്തിൽ നിന്ന് ലഭിക്കുന്ന ഓരോരുത്തർക്കും ലഭിക്കുന്നത് അവരുടെ അവകാശമാണെന്ന് തന്നെ ഞാൻ ഉറക്കെ വിളിച്ചു പറയും. കാരണം ഇതാരുടെയും ആനുകൂല്യമല്ല, ഇത് അവകാശമാണ്. അർഹതപ്പെട്ടവർക്ക് നൽകുന്ന അവകാശങ്ങളെ അവർ നൽകുന്ന LDF നൽകുന്ന ആനുകൂല്യമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഓരോരുത്തരെയും ഭീഷണിപ്പെടുത്തി നേരിടുന്നതാണ് അവരുടെ തന്ത്രം. അവർ പറയുന്നു ഞാൻ തന്റേടിയാണെന്ന്. അതെ, ഞാൻ തന്റേടിയാണ്. എൻ്റെ തന്റേടം കൊണ്ട് തന്നെയാണ് നട്ടെല്ല് നിവർത്തി മുഖമുയർത്തി പിടിച്ചുകൊണ്ട് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നത്. ആ തന്റേടത്തോടു കൂടി തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ്,
ഈ വരുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എന്നെ വിജയിപ്പിച്ചാൽ പഞ്ചായത്ത് ഓഫീസിലെത്തി അവിടെ നടക്കുന്ന അഴിമതിക്കും പക്ഷപാതത്തിനുമെതിരെ തന്റെ ഇടത്തോടുകൂടി നിവർന്നു നിന്ന് കൈചൂണ്ടി സംസാരിക്കാൻ, അവർക്കെതിരെ എന്റെ പ്രതിഷേധം അറിയിക്കാൻ എനിക്ക് കഴിയും എന്ന് തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഷാബോസ് നേടിയെടുക്കും.